മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടായി, നമ്പ്യാർക്കറിയാമല്ലോ. 38,000 മുസ്ലിം പോപ്പുലേഷനുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ് എന്ന് ജനൻ TV-യിൽ ഒരു വർഷം മുമ്പ് വന്ന ഒരു സംഭവമാണിത്. ഒരു വർഷം മുമ്പാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് PC ജോർജ് എന്ന് പറയുന്ന നേതാവിനെ പറ്റിയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവായിരുന്ന മാണിയുടെയൊക്കെ എന്ന് പറഞ്ഞ വലങ്കയാണ് നമ്മുടെ PC ജോർജ് ആയിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ PC ജോർജ് പല കാലങ്ങളായിട്ട് LDF-ലേക്കും കോൺഗ്രസിലേക്കും ഇങ്ങനെ മാറി മാറി ചവിട്ടിയിട്ടാണ് പിന്നീട് മന്ത്രിയും MLA-യും ഇതെല്ലാം ആയത്. അതിനിടയിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും പിന്തുണ കൊടുക്കാതെ PC ജോർജ് എന്ന് പറയുന്ന ഒരു ഒറ്റ കൊമ്പൻ അന്ന് ജയിച്ച് കയറുകയും ചെയ്തു. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്ക് പിടിച്ചതിന് ശേഷം അങ്ങേര് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലമ്പിയ കാര്യങ്ങൾ തന്നെയാണ് അങ്ങേർക്ക് ഇപ്പോഴും വിനയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അന്നെന്തോ ഒരു വലിയ സംഭവമാണ്. അന്നെന്താണ് സംഭവം? അന്ന് PC ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിലപാടുകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. PC ജോർജ് പലതും തുറന്നു പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നീട് PC ജോർജ് നടത്തിയ ചില പരാമർശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം മ്ലേച്ഛമായ കാര്യത്തിലായിരുന്നു എന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മുലയെ പരിഹസിച്ചുകൊണ്ട് സ്ത്രീകളുടെ അന്നെന്ന് പറഞ്ഞാൽ ഒരു മേഡം നല്ല ഉത്തരം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളതും അതുപോലെ PC ജോർജിൻ്റെ പിന്നെ എന്താ കുടുംബങ്ങൾക്കും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കളും എല്ലാം ഉള്ളതുപോലെ തന്നെയാണ് നമുക്കുള്ളൂ. നമ്മളെല്ലാവരെയും അമ്മമാർക്കൊക്കെ ഉള്ളത് തന്നെയാണ് ഈ മുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ പറ്റിയിട്ട് പരാമർശിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെയുള്ള വർഗീയപരമായിട്ടുള്ള, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയ പാർട്ടിയാണ്. അതിലുള്ള ഒരുപാട് പേര് ചിന്തിക്കുന്നത്, ഇനി വലതായാലും ഇടതായാലും ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാകിസ്ഥാൻ ഭരണമെന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം എന്നുള്ള തരത്തിൽ PC വർത്താനം പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടുതലാണ്. അവരുടെ വോട്ട് കൊണ്ട് ജയിപ്പിച്ച് എന്നിട്ടാണ് അവർക്കെതിരെ ഈ വർത്തമാനങ്ങൾ പറയുന്നത്. ഇപ്പോഴും PC ജോർജും അതുപോലെ മകനും മത്സരിക്കുകയാണ്. രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം എന്താ, വേറെ ഒന്നുമല്ല. അതായത് ഇവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയേ വേണ്ടു, വേറെ ഒന്നുമില്ല. ഇപ്പോഴിവർ BJP ടിക്കറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും, അത് മാത്രമാണ് എല്ലാവർക്കും അറിയേണ്ടത്. എനിക്ക് തോന്നുന്നില്ല BJP-ക്കാർ വരെ ഇങ്ങനെ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു തരത്തിലുള്ള വർത്താനാണ് നാക്കുന്ന് വരുന്നത്. ആദ്യമൊക്കെ PC ജോർജ് എന്ന് പറയുന്ന നിലപാടുള്ളവൻ എന്തൊക്കെ നിലപാടുകൾ ജനകീയമായിട്ടുള്ള, അല്ലെങ്കിൽ PC ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെടുത്ത നിലപാടുകളെല്ലാം ഇവിടുത്തെ യുവത്വങ്ങൾക്കൊക്കെ ഒരു ഊർജ്ജമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയോ അടിമയായിട്ടാണ് പിന്നീട് സംസാരിക്കുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ ഒരു വാർത്തയിൽ വന്ന ഒരു കാര്യങ്ങൾ, അതായത് കോറി മാഫിയക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം നിലകൊള്ളുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ ക്വാറികളെ പറ്റി പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളുന്നത് എന്താണ്? തീവ്രമായ മഴ അത് സമ്മതിക്കാല. അനധികൃത ക്വാറികളെ പറ്റി പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നത്? ഞാൻ ഒരു തന്നെ ചക്കാത്തി കിടക്കുന്നതല്ല, മനസ്സിലായോ? അതല്ല പ്രശ്നം. അതുകൊണ്ട് ശരി പറയണം നിങ്ങൾ. അതുകൊണ്ട് ഇവിടെ അനധികൃത ക്വാറികളുടെ കണക്ക് വരുന്നു. ചർച്ചയാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അനധികൃത ക്വാറികളുടെ ചർച്ച വരുന്നു. അനധികൃത ക്വാറികൾ കൃത്യമായ കണക്ക് വരുന്നു. അവിടുത്തെ മുന്നറിയിപ്പുകൾ കൃത്യമായി വരുന്നു. അത് പറയുമ്പോൾ എന്തേ വേവലാതി PC? ഞാൻ അങ്ങോട്ട് പറയാം, കേക്ക്. അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? വർത്താനം പറയാ, മറ്റേ വർത്താനം എന്നോട് പറയരുത്. പറയുന്നല്ല, മറ്റേ വർത്താനം എന്നോട് പറയരുത് എന്നാണ് പറഞ്ഞത്. മറ്റേ വർത്താനം എന്നോട് പറയരുത്. അതാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം മുമ്പുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ടുള്ള കോറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഉരുൾപൊട്ടിയത്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നൊക്കെയുള്ള ചർച്ചയിലാണ് ഇദ്ദേഹം പറയുന്നത് അതിതീവ്രമായ മഴയാണ് കാരണം എന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോഴെന്താണ്, കോറിയും കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, PC ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ചൊരു വ്യക്തിയാണ്. അതായത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ തലപ്പത്ത് വരേണ്ട ഒരു വ്യക്തി അന്ന് മാണിയോട് എന്തോ ഒരു ദേഷ്യം വന്നതിന് ശേഷം അദ്ദേഹത്തെയും പള്ളു വിളിച്ച് വെളിയിൽ പോയി. പിന്നീട് എന്ന് പറഞ്ഞാൽ ചീഫ് വിപ്പ് സ്ഥാനവും നഷ്ടപ്പെട്ടു. പക്ഷെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ജയിച്ചപ്പോഴെങ്കിലും കുറച്ച് വെളിവ് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നും വെളിവ് വന്നില്ല.
ആ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചത് എൻ്റെ ഒറ്റയ്ക്കുള്ള ഇതാണ്, അല്ലെങ്കിൽ ഞാനായതുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ് ജനങ്ങൾ വരെ അദ്ദേഹത്തെ കൈവിട്ടു പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെ പറ്റിയിട്ടുള്ള ഒരു പരാമർശമാണ്. PC ജോർജ്, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തന്നെ മുസ്ലിമുണ്ട്, പക്ഷേ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല. അതിൽ തന്നെ പൊരുത്തക്കേടില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ. രണ്ടും പുച്ഛത്തോടു കൂടിയാണ്, ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട, പുച്ഛത്തോടു കൂടി ഞാൻ കാണുന്നത്. ചുമ്മാ ഇത് വിവരക്കേടും കള്ളത്തരവും പറയുന്നത്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവര് പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടായി, നമ്പ്യാർക്കറിയാമല്ലോ. ആ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ CPM-ന്റെ മന്ത്രി ഉണ്ടല്ലോ, അയാള് CPM-ന്റെ മന്ത്രിയാന്ന് ഓർക്കണം, ഇപ്പൊ രാജിവെച്ചിരിക്കുക, മന്ത്രിയല്ല അയാള്. KT ജലീല്, SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, അന്ന് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി. അപ്പോൾ അതാണ് നമ്മുടെ PC ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അതായത് 1 വർഷം മുമ്പ് പറഞ്ഞ ഒരു സംഭവമാണിത്. ഇദ്ദേഹത്തെയൊക്കെ ജയിപ്പിച്ചു വിട്ടാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു തരത്തിലും ഒരു സ്ഥിരതയും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇനി ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തന്നെ അതേ ജനങ്ങളോട് പറയുന്നത് എനിക്ക് നിങ്ങളൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയും. അതാണ് അങ്ങയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ഇങ്ങേർക്ക് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിന്റെ നാക്ക് തന്നെയാണ് ഇദ്ദേഹത്തെ ചതിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ഇദ്ദേഹത്തിന്റെ നാക്ക് തന്നെയാണ്. പല നേതാക്കളും എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കളിച്ചിട്ടുണ്ട്. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങേരെ ഒരു മനുഷ്യന്മാർ പോലും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങയുടെ നാക്ക് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും BJP ടിക്കറ്റ് മത്സരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് വല്ല ഗതി ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വാഗ്ദാനം ഉണ്ടാവും ചിലപ്പോഴേ. അതായത് വല്ല ഗവർണറോ ഇല്ലെങ്കിൽ വേറെ കേന്ദ്രമന്ത്രി അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനങ്ങളല്ലാതെ വേറെ കേരളത്തിൽ നിന്ന് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ അവർക്കെല്ലാവർക്കും അറിയാലോ, ഓരോ നാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റങ്ങളും ഇദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് മാറ്റങ്ങളും ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കാണുന്നില്ലേ? നാട്ടുകാർ കാണാത്ത നാട്ടുകാർ കണ്ണുകൊട്ടന്മാരൊന്നല്ലോ. ഇപ്പോഴൊരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോഴും മാപ്പെല്ലാം പറയുന്നുണ്ട് എന്നാ പറയുന്നതൊക്കെ. അതായത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒരുപാട് തെറ്റുപറ്റിപ്പോയി എന്നുള്ള തരത്തിൽ മാപ്പൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറയാം, നിലപാടില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കേണ്ട സമയമായിട്ടുണ്ട്. അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിൽ വിരമിക്കുകയാണ് ഏറ്റവും നല്ലത്. അദ്ദേഹത്തിന്റെ മകനെങ്കിലും ഒരു നല്ലൊരു ഭാവി കിട്ടുമെന്ന് എനിക്ക് പറയാനുള്ളൂ. PC ജോർജിന്റെ മകന് പോലും നല്ലൊരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ PC ജോർജ് ഇപ്പോഴേ രാഷ്ട്രീയപരമായിട്ട് വിരമിച്ചിട്ട് വീട്ടിലിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന് പോലും ഒരു വിലയും കിട്ടത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ PC ജോർജ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറയുന്നത് എന്തോ ഒരു വലിയൊരു സംഭവമാണെന്ന് അദ്ദേഹം കരുതുന്നത്. പക്ഷെ അതൊക്കെ തെറ്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പേ തോക്ക് ചൂണ്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇദ്ദേഹത്തിന്റെ ഒരു തമാശ, അതാണ് പോലും ഒരു തമാശയാണ് അതൊക്കെ കാണിച്ചത്. മനസ്സിലാക്കണമെന്നെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് ഒരു പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ജനപ്രതിനിധി അതന്നെയാണ് ഈ PC ജോർജ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ PC ജോർജിന് നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. ഇനി ഇതും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ PC ജോർജ് പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇതിൽ തോറ്റിട്ടുണ്ടെങ്കിൽ BJP-ക്കാർ പിന്നെ PC ജോർജിനെ അടുപ്പിക്കത്തില്ല. ഇപ്പൊ PC എന്തോ മലമറിക്കുന്നു വിചാരിച്ചിട്ടാണ് ഇവരെല്ലാം കൊണ്ടു നടക്കുന്നത്. പക്ഷെ PC-ന്റെ അടുക്ക ഒന്നുമില്ല, എല്ലാം എല്ലാ വെടിയും തീർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഒരാൾ പോലും PC-യെ തിരിഞ്ഞു നോക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് PC ജോർജ് രാഷ്ട്രീയമായിട്ട് വിരമിച്ച് വീട്ടിലിരിക്കണം. നന്ദി, നമസ്കാരം.